ആദ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയ ഒരു ഫീൽ ഉണ്ട്, ലൈക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് ഒരു ആപ്പ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്, ഇങ്ങനെ പ്രോംപ്റ്റ് വെച്ച് അല്ലെങ്കിൽ AI വെച്ച്. അപ്പോൾ ഈ ഹാക്കത്തോണിൽ ഞാൻ പ്ലാൻ ചെയ്ത ആപ്പ് ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ മെയിൻലി ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ജർമ്മനിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ ജിമ്മ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷെ അവൻ പോവാറില്ല. അവൻ പറഞ്ഞു അവൻ്റെ മെയിൻ റീസൺ പോവാത്തതുകൊണ്ട് ബിക്കോസ് അവിടെ ഫുൾ ജർമ്മൻ പീപ്പിളാണ്. അപ്പോൾ അവൻ്റെ ഏജിൽ ആരും ഇല്ല, അവൻ്റെ ലാംഗ്വേജ് ആരും സ്പീക്ക് ചെയ്യില്ല. അപ്പോൾ ഒറ്റയ്ക്ക് അവിടെ പോകാൻ അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ പേര് നിതുൽ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ എൻ്റെ BTech കംപ്ലീറ്റ് ചെയ്ത് ഒരു 2 വർഷമായി. ഇപ്പോൾ ഞാൻ എൻ്റെ പാഷൻ്റെ മേത്താണ് ഇപ്പോൾ മൂവ് ഫോർവേഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്ത റീസൺ എന്ന് വെച്ചാൽ എനിക്ക് ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്രിയേറ്റീവ് ഫീൽഡ്. പിന്നെ ഓൾറെഡി ഞാനൊരു ലൈക്ക് ഫുൾ ടൈം ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു മോട്ടിവേഷൻ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഹാക്കത്തോണിൽ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്നൊരു ബേസിക് ലൈൻ പറഞ്ഞുതരാമോ? ഓക്കെ, അപ്പോൾ ഈ ഹാക്കത്തോണിൽ ഞാൻ പ്ലാൻ ചെയ്ത ആപ്പ് ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ മെയിൻലി ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ജർമ്മനിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ ജിമ്മ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷെ അവൻ പോവാറില്ല. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ മെയിൻ റീസൺ പോവാത്തതുകൊണ്ട് ബിക്കോസ് അവിടെ ഫുൾ ജർമ്മൻ പീപ്പിളാണ്. അപ്പോൾ അവൻ്റെ ഏജിൽ ആരും ഇല്ല, അവൻ്റെ ലാംഗ്വേജ് ആരും സ്പീക്ക് ചെയ്യില്ല. അപ്പോൾ ഒറ്റയ്ക്ക് അവിടെ പോകാൻ അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ആലോചിച്ചിട്ടാണ് നമ്മൾ 3 പേര് ഈ ആപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ ആപ്പിൻ്റെ പേര് റൈനോ ഫിറ്റാണ്. അപ്പോൾ റൈനോ ഫിറ്റിൽ വെച്ച് ലൈക്ക് വി ക്യാൻ ഫൈൻഡ് മെനി പീപ്പിൾ ഇൻ ദ മാപ്പ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആൾക്കാർ ലൈക്ക് സ്പെസിഫിക് എക്സസൈസ് വെച്ച് നമുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാം. ചിലർക്ക് കാർഡിയോ വേണമെങ്കിൽ കാർഡിയോ, യോഗ വേണമെങ്കിൽ യോഗ. അപ്പോൾ പ്രൊഫൈൽ ആ രീതിയിൽ സെറ്റാക്കിയിട്ട് അതനുസരിച്ച് മാച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. പിന്നെ അതിൽ നമ്മൾ എക്സ്ട്രാ ബോണസസ് വെച്ച് കുറേ വെച്ചിട്ടുണ്ട്, ലൈക്ക് അച്ചീവ്മെൻറ്റ്സ് കിട്ടും. ആ അച്ചീവ്മെൻറ്റ്സ് വെച്ച് കുറേ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ആ പോയിൻറ്റ്സ് വെച്ച് കുറച്ച് നാളത്തേക്ക് പ്രീമിയം ഫീച്ചേഴ്സ് കിട്ടും. അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മെയിനായിട്ട് ഇതന്നെയാണോ വരുന്നത്? എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ മാച്ച് മേക്കിംഗ് ഉണ്ട്, ലൈക്ക് സെയിം പ്രൊഫൈലുള്ള ആൾക്കാർ മാച്ച് ചെയ്യാൻ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യും. പിന്നെ ആദ്യം കുറച്ച് കോൺഫിഡൻഷ്യൽ ആക്കി വെക്കും, ഇൻഫർമേഷൻ അധികം ചെയ്യില്ല. മാച്ചായി കഴിഞ്ഞിട്ട് ലൈക്ക് കുറച്ച് പ്രൈവസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ ഒരു മാപ്പ് ഉണ്ടാവും, ആ മാപ്പിൽ നിയർ ബൈ ഉണ്ടെങ്കിൽ അവിടെ കാണും ആൾക്കാർ. പിന്നെ അതൊക്കെ ഉള്ളൂ. പിന്നെ എക്സ്ട്രാ കുറേ ഗെയിംസ് ഉണ്ടാവും. ഇപ്പോൾ ഗെയിംസ് അല്ല, അച്ചീവ്മെൻറ്റ്സ് ബേസിക്കലി. ഇപ്പോൾ നിങ്ങൾ 2 ഫിറ്റ്നസ് ആപ്പ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഫുൾ സ്റ്റാറ്റ്സ് നോക്കും, എത്ര കാലറി ബേൺ ചെയ്തു, എത്ര പുഷപ്പ് എടുത്തു, അങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ച് കോമ്പറ്റീഷൻ ഡെയിലി ഉണ്ടാവും, കുറച്ച് എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയാണ് യൂസ്. അപ്പോൾ അവർക്കൊരു ഫണ്ണും ഉണ്ടാവും ചെയ്യാൻ. റെഫറൻസ് പറഞ്ഞാൽ ബേസിക്കലി ലേ ഔട്ടിന്റെ റെഫറൻസ് നമ്മൾ ഡേറ്റിംഗ് ആപ്സിൽ നിന്ന് എടുത്തത്. ബിക്കോസ് അവരുടെയാണ് കുറച്ച് ലേ ഔട്ട് മാച്ചിങ്, അത് ഡേറ്റിംഗ് ആപ്സിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മൊരു മാസ്കട്ട് വെക്കും, ഡ്യുവലിംഗോളി പൗളില്ലേ, അപ്പോൾ അതിന് നമ്മൾ റൈനോ വെക്കുന്നുണ്ട്. റൈനോ എടുക്കര റീസൺ എന്ന് വെച്ചാൽ റൈനോ ഈസ് എ വെരി റെയർ സ്പീഷീസ്. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൻ്റെ പേര് ക്രാഷ് ആണ്. അപ്പോൾ ഈ ക്രാഷ് അവർക്ക് ഇപ്പോൾ നോർമലി ഉണ്ടാക്കാൻ വെരി ഹാർഡാണ്, ബിക്കോസ് ദേ ആർ ഇൻ വെരി ലെസ് ഇൻ നമ്പർ. അപ്പോൾ നമ്മുടെ ലോജിക് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും റൈനോസ വിൽ മേക്ക് ക്രാഷ് ടുഗെദർ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും, നിങ്ങൾക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം, അങ്ങനെയാണ്. നമ്മുടെ പെയിൻ പോയിന്റ് വെച്ചാൽ ഇത് തന്നെ. കുറേ പേര് അവർ മെമ്പർഷിപ്പ് എടുക്കും അല്ലെങ്കിൽ റെസൊല്യൂഷൻ എടുക്കും, ജിമ്മ് പോകും. പിന്നെ അവർ പറയും കൂടെ ആരും ഇല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയാ. അപ്പോൾ അങ്ങനെ കുറേ പേര് ക്വിറ്റ് ചെയ്യും. അപ്പോൾ ആ പെയിൻ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കിയത്. പിന്നെ കുറേ പേര് ഒറ്റയ്ക്ക് ജിമ്മ് പോകുമ്പോൾ കുറച്ച് ലോൺലിനെസ് അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ കിട്ടില്ല. നോർമലി ഇപ്പോൾ ജിമ്മ് പോവുകയാണെങ്കിൽ പീപ്പിൾ നീഡ് സ്പോട്ടർ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ വേണം. ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു മടിയാണ് എല്ലാവർക്കും. അപ്പോൾ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഈ ഐഡിയ ഉണ്ടാക്കിയത്. റൈനോഫിറ്റ് ഉണ്ട്, നോ മോർ എക്സ്ക്യൂസസ് അല്ലേ? സോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആ ഒരു ജേർണി എങ്ങനെയുണ്ടായിരുന്നു? ജേർണി വാസ് വെരി ലൈക്ക് വെരി ഫൺ. നമ്മൾ 3 പേര് ഒരുമിച്ചിരുന്നാണ് ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ടിന് കുറച്ച് കോഡിങ് അറിയാം. അപ്പോൾ ഞാനും എൻ്റെ വേറെ ഫ്രണ്ടാണ് ഇൻ്റർഫേസ് കുറച്ച് പ്ലാൻ ചെയ്തത്. ഈ ഐഡിയ ലോഗോ ലൈക്ക് മാസ്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു റീസൺ വേണം, വെറുതെ റൈനോ എടുത്തിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ റൈനോ എടുത്ത
പിന്നെ എൻ്റെ ഫ്രണ്ട് ബാക്ക് എൻഡിൽ കുറേ ഡിസൈൻ ലൈക്ക് ആപ്പൊക്കെ കുറച്ച് ഡിസൈൻ ചെയ്തു. അപ്പോൾ ഇറ്റ് വാസ് എ ഫൺ എക്സ്പീരിയൻസ്. പിന്നെ വിതിൻ എ ഡേ ചെയ്യാൻ കുറച്ച് ഹാർഡായിരുന്നു, അത് ചെയ്തെടുത്തു. സോ എങ്ങനെയുണ്ടായിരുന്നു ആഫ്റ്റർ ബിൽഡിംഗ് ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹൗ ഡിഡ് യു ഫീൽ? ആദ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയ ഒരു ഫീൽ ഉണ്ട്, ലൈക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് ഒരു ആപ്പ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്, ഇങ്ങനെ പ്രോംപ്റ്റ് വെച്ച് അല്ലെങ്കിൽ AI വെച്ച്. അപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഓക്കെ, സോ ഇത് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ട് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ. ആഗ്രഹമുണ്ട്. അതെ. സോ നൈസ്. ഓക്കെ, താങ്ക് യു.